കാസർഗോഡ് റിയാസ് മൗലവി വധത്തിൽ ഈ മാസം 20-ന് വിധി പറയും. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസിൽ വിധി പറയുക. 2017 മാർച്ച് 20-ന് പുലർച്ചെയാണ് സംഘപരിവാർ അനുകൂലികളായ പ്രതികൾ മദ്രസാധ്യാപകനായ മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. മാർച്ച് 20 നേരം പുലരുമ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിക്കുകയായിരുന്നു കാസർഗോഡ്. ചൂരിയിലെ മദ്രസാധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ച് ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. പ്രതികളെന്ന് പോലീസ് സംശയിക്കുന്നവർ സംഘപരിവാർ അനുകൂലികൾ. സാമുദായിക സംഘർഷത്തിലേക്ക് ജില്ല പോകുമോ എന്ന് തോന്നിയ നിമിഷം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ A. ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. കേളുകുടെ അയ്യപ്പനഗർ ഭജനമന്ദിരത്തിന് സമീപത്തെ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൗലവിയുമായി പ്രതികൾക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നെന്നും തുടർച്ചയായ തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൃത്യം നടന്ന 3 ദിവസത്തിനകം തന്നെ പിടിയിലായ പ്രതികൾ ജാമ്യം ലഭിക്കാത്തതിനാൽ 7 വർഷമായി ജയിലിലാണ്. DNA പരിശോധനാ ഫലമടക്കം 50-ലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി. 97 സാക്ഷികളെ വിസ്തരിച്ചു. ആകെ 215 രേഖകളും 45 തൊണ്ടിമുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. കോവിഡും ജഡ്ജിമാരുടെ സ്ഥലം മാറ്റവും കാരണം നിരവധി തവണ മാറ്റിവെച്ച കേസ് 7 വർഷത്തിന് ശേഷമാണ് വിധി പറയാനിരിക്കുന്നത്. കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.